യും നമ്മൾ പശ്ചാത്താൻ പാടില്ല. തങ്ങന്മാരെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളാ. ഉസ്താദുമാരെല്ലാം തഅല്ലുമും തഅലീമും തദ്രീസും നടത്തുന്ന ആളുകളാ. കേരളത്തിന്റെ കേരളത്തിന്റെ മുഴുവൻ മണ്ഡലങ്ങളെയും പ്രകാശപൂരിതമാക്കിയ കൊടപ്പനക്കൽ തറവാട്ടിലെ മഹാനായ പാലക്കാട് മുഹമ്മദ് അലി ശിഹാബ് നിങ്ങളെ തെറിവിളിച്ചിട്ട് എനിക്ക് നിങ്ങൾക്കും സ്വർഗത്തിൽ പോകാമെന്ന് വ്യാമോഹിക്കണ്ട. എന്റെ ഹൃദയമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങളും സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കണ്ട. ആദർശ കേരളത്തിന്റെ അഹ്ലുസുന്നത്തിന്റെ ജമാഅത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പര്യായമായ മഹാനായ ഞങ്ങളെ തെരഞ്ഞെടുത്തിട്ട് ഒരു പെണ്ണ് പോലും സ്വർഗം കാണാമെന്ന് വിചാരിക്കണ്ട. അവരാരാണ്? അഹ്ലുബൈത്ത് ആരാ? അഹ്ലുബൈത്ത് ആരാ? അവർ റസൂലുള്ളാഹിന്റെ പേരമക്കളാ. അവർ റസൂലുള്ളാഹിന്റെ പേരമക്കളാ. അവരുടെ സുഹൃത്തിനോട് ഒഴുകുന്ന രക്തം ഹബീബിന്റെ രക്തമാ. അവരുടെ തമരകളിലൂടെ പ്രവഹിക്കുന്ന ചോര അല്ലാഹുവിന്റെ റസൂലിന്റെ ചോരയാ. അവരെ സ്വന്തം രക്തമാ. അതിൽ നിന്ന് പൊട്ടി വിടരുന്ന മുത്തം രത്നമാ. രാജാക്കളെക്കാളുപരിയായി കാണേണ്ടതാ. വേണ്ടുന്നതെല്ലാം ചെയ്തു നാം കൊടുക്കേണ്ടതാ. ഒരു ദിവസം അവരോടൊരു ശ്രേഷ്ഠത, ഒരു വരവുള്ള ഇബാദത്തും കാത്തതാ. അതുകൊണ്ട് സമുദായത്തിലെ തങ്ങന്മാരെ ഗ്രൂപ്പ് നോക്കിയിട്ട് ബഹുമാനിക്കാമെന്ന് വിചാരിച്ചാൽ സ്വർഗം നമുക്ക് കിട്ടൂല, സ്വർഗം നമുക്ക് കിട്ടൂല. തങ്ങന്മാരെ ഏത് ഗ്രൂപ്പിലായിക്കോട്ടെ, എനിക്കും നിങ്ങൾക്കും എന്താ അവിടെ കാര്യമുള്ളത്? അവരഭിനുഭവിത്താണോ? അവർ റസൂലുള്ളാഹിന്റെ പേരമക്കളാണോ? അവരാദരിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാ. സഹോദരങ്ങളെ, ആലിമീങ്ങളെ തെറിവിളിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ആലിമീങ്ങളെ പരിഹസിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. അല്ലാഹുവിന്റെ അനന്തനീയമായ വിധിക്ക് കീഴടങ്ങേണ്ടി വരും. ആയിരക്കണക്കിന് യതീം മക്കളെ പോറ്റുന്നയാളെന്തയോ യതീമുസ്താദ്. ആയിരക്കണക്കിന് പള്ളികളിൽ പേരെടുക്കൽ നിർമ്മിച്ചയാളെന്തയോ യതീമുസ്താദ്. സഹോദരങ്ങളെ, ആ യതീമുസ്താദിനെ ചവിട്ടിച്ചേച്ചിട്ട് ഇവിടെ ആരും ജയിക്കാൻ പോകുന്നില്ല, ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ആരായ കാലമ്പാടി ഉസ്താദ് പഠിപ്പിച്ചിട്ടില്ല ചവിട്ടിച്ചേക്കാൻ. പൂമിലാവായി പ്രകാശിച്ച പാലക്കാട് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. മഹാനായ ചെറുസേൻ ഉസ്താദ് പഠിപ്പിച്ചിട്ടില്ല. താജുലുലമാഉള്ള ആള് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പ്രകാശമേ കേരളത്തിന്റെ മുത്തേ ഉസ്താദ് പഠിപ്പിച്ചിട്ടില്ല. മഹാനായ സംസുന്ദരമാ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ വൻമരങ്ങളായിരുന്നു സഹോദരങ്ങളെ. അവർ ആദർശത്തിന് വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. ആദർശത്തെ ആർക്കുമില്ല മടിയറവ് വെച്ചിരുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ആദർശം നമ്മുടെ ജീവനേക്കാൾ വലുതാണ്. കുറെ പണം കണ്ട് മഞ്ഞളിച്ചത് കൊണ്ടോ, കുറെ പണക്കാറ്റ് കണ്ട് മഞ്ഞളിച്ചത് കൊണ്ടോ അല്ലാഹുവിന്റെ ദീനിനെതിരെ സംസാരിക്കാൻ നമുക്ക് അവകാശമില്ല. എല്ലാ ആലിമീങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം, എല്ലാ തങ്ങന്മാരെയും നമ്മൾ ബഹുമാനിക്കണം, എല്ലാ സ്വാലിഹീങ്ങളെയും നമ്മൾ ആദരിക്കണം. ആഖിറത്ത് മോശമായി പോകാതിരിക്കാനാണ്, നമ്മുടെ ഖബർ സന്തോഷമായി ഇരിക്കാനാണ്, നമ്മുടെ ആഖിറം രക്ഷപ്പെടാനാണ്. ഒറ്റ ആലിമീങ്ങളെ തെറിവിളിച്ചിട്ട് നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അല്ലാഹുവേ, ഈ സമുദായത്തിന്റെ പേരിൽ പണം പറഞ്ഞ് ദീൻ പറയാനിറങ്ങി പുറപ്പെട്ട കുറെ ആളുകൾ അല്ലാഹുവേ ശാപമാണ്, ഈ സമുദായത്തിന്റെ ശാപമാണ്. മഹാനായ സംസുലമാ ഉസ്താദ് പഠിപ്പിച്ച മാതൃകയല്ല, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിച്ച മാതൃകയല്ല, മഹാനായ കാലമ്പാടി ഉസ്താദ് പഠിപ്പിച്ച മാതൃകയല്ല. എത്രയോ കൊല്ലമായി പേരോ അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് വയല് പറയുമ്പോ 34 കൊല്ലമായി പേരോ ഉസ്താദ് പറയുന്നുണ്ടോ? ഏതെങ്കിലും പേരിൽ 60,000 രൂപ അവിടുന്ന് എതിർകൊണ്ട് ചെയ്തിട്ടുണ്ടോ? സഹോദരങ്ങളെ, മഹാനായ താന്ത്രപരമത്താല് എത്രയോ പള്ളികളെ നിർമ്മിച്ചു, എത്രയോ അനാഥകളെ പോറ്റി, എത്രയോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, എത്രയോ കൊല്ലമായി ഈ സമുദായത്തിന്
വേദന വേദന പറഞ്ഞ് നന്മയിലേക്ക് നയിച്ചപ്പോ 1,00,000 രൂപ അവിടെ നിന്ന് 10,00,000 എഗ്രിമെന്റ് ചെയ്തിട്ടില്ല. 1,00,000 രൂപ ഭരിക്കുമ്പോൾ 25,000 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിൽ വരട്ടെ എന്ന് ഒരിക്കലും വാശി പിടിച്ചിട്ടില്ല. പോരാ എന്റെ ഹൃദയമുള്ള സഹോദരങ്ങളെ, ഈ കേരളത്തിലെ മുഴുവൻ മുഹദ്ദീങ്ങളുടെയും കല്ലുകള് മദീനയിലേക്ക് മാറിവരിച്ച എന്റെ പ്രിയങ്കരനായ ഉസ്താദ് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി അവர்கள் എത്രയാ പ്രഭാഷണം നടത്തുന്നത്, അവിടുന്ന് എത്രയാ പുന്നാര നബിയെപ്പറ്റി പ്രസംഗിച്ചത്. ഒരു പ്രഭാഷണത്തിന് 50,000 രൂപ ചോദിച്ചിട്ടില്ല, ഒരു പ്രഭാഷണത്തിന് 50,000 എഗ്രിമെന്റ് ചെയ്തിട്ടില്ല. അല്ലാഹുവേ ഈ സമുദായത്തെ പണത്തിന് വേണ്ടി, ഈ സമുദായത്തെ വയലിന്റെ മജിലിസുകളെ പണത്തിന് വേണ്ടി ദുർവിനിയോഗം ചെയ്യുന്ന ഈ സമുദായത്തിന്റെ പാപമായി മാറിക്കൊണ്ടിരിക്കുന്ന മക്കനയത്തെ കോലങ്ങളിൽ നിന്ന് ഈ സമുദായത്തെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. സഹോദരങ്ങളെ പറയാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ സമുദായത്തിലെ സമുന്നതരായ നേതാക്കന്മാരെ കൈവാരിത്തേക്കാളും അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാനും അവരുടെ നിസ്സീമമായ നിസ്സംഗമായ പ്രവർത്തനങ്ങളെ പണച്ചാക്കുകൾ കണ്ടിട്ട് അതൊന്നും മറന്നുപോയിട്ട് തേജോവധം ചെയ്യാനും ഇറങ്ങി പുറപ്പെട്ടപ്പോൾ കയറുക മാത്രമാണ് ലക്ഷ്യമുള്ളത്. അള്ളാഹു നമുക്ക് സന്മാർഗം കാണിച്ചു വരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സത്യാസത്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേകം നൽകുമാറാകട്ടെ. ഒരു മനുഷ്യനോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം അദ്ദേഹത്തോട് അനീതി ചെയ്യാതിരിക്കാൻ നമ്മളെ സൂക്ഷിക്കണമെന്ന് ലോകയിലൂടെ പഠിപ്പിച്ച ആ നബിയുടെ ഉമ്മത്തികളാണ് നമ്മൾ. അള്ളാഹു നമുക്ക് എപ്പോഴും വിശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.